വെൽക്കം ടു എൻ സ്കൂൾ ക്ലാസ്സസ്. അനന്തുവാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ? നമ്മൾ ഇലക്ട്രിക് ഫീൽഡുകളെ പറ്റി പഠിച്ചു. അതായത് ഫസ്റ്റ് 2 ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡുകളെ പറ്റി പഠിച്ചു. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിന് 3rd ചാപ്റ്ററിൽ പഠിച്ചു. പിന്നെ മാഗ്നറ്റിക് ഫീൽഡുകളെ പറ്റി പഠിച്ചു. ഓക്കെ എടാ, അപ്പൊ ഇത്ര കാര്യങ്ങളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് +2 എന്ന് പറഞ്ഞ സിലബസിൽ തന്നെ പ്രധാനമായിട്ടും 3 കാര്യങ്ങളുള്ളത്. 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, EM വേവ്സ്. അതിൽ EM വേവ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. EM വേവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ. കാരണം നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, വളരെ ചെറിയ ചാപ്റ്ററാണ്, ഒന്നുമില്ല പഠിക്കാൻ. ആകെ കൂടി കാര്യമായിട്ടൊരു സ്പെക്ട്രം പഠിക്കാണ്ട്, അത്ര തന്നെ അതിന് കാര്യമായിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, കാര്യം എന്നുള്ളതിനുപരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് EM വേവ്സ് ആദ്യത്തെ ക്ലാസ് തൊട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നേരെ ഒരു ചാർജ് അവിടെ നിൽക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇനിയിപ്പോൾ ചാർജ് നേരെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നീങ്ങുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇനിയിപ്പോൾ ചാർജ് ആക്സിലറേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും EM വേവ്സ് ഉണ്ടാവും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതായത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതിനെ പറ്റിയൊക്കെ നമുക്ക് വരാം. അപ്പൊ അതിനെ പറ്റി പറയുമ്പോൾ EM വേവ്സ്, അതായത് വേവ്സ് പ്രധാനമായിട്ടും 2 തരത്തിലാണ് വേവ്സ് ഉള്ളത്. ഒന്നാണ് മെക്കാനിക്കൽ വേവ്സ്, മറ്റതാണ് നോൺ മെക്കാനിക്കൽ വേവ്സ്. എന്താണ് ഈ മെക്കാനിക്കൽ വേവ്സ്? സ്ലൈഡിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ നോട്ടിലൊന്നും എഴുതി പോയിക്കോളൂ കേട്ടോ. അപ്പൊ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മീഡിയം വേണം, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണം. മീഡിയം എന്ന് പറഞ്ഞാൽ എന്താ? എയർ ഒരു മീഡിയമാണ്, വാട്ടർ ഒരു മീഡിയമാണ്. ഇതേമാതിരി മീഡിയം വേണം, അല്ലെങ്കിൽ ഒരു മാധ്യമം വേണ്ട. എന്ന് പറഞ്ഞ പേരാണ് നമ്മൾ ഏത് മെക്കാനിക്കൽ വേവ്സ്. അപ്പോൾ മെക്കാനിക്കൽ വേവ്സിന്റെ ഉദാഹരണമാണ് നമ്മളെ സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം വേണം. അതുകൊണ്ടാണ് രമണ, നമ്മൾ ഈ ആസ്ട്രോനോട്ടുകളൊക്കെ നമ്മൾ സ്പേസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഹലോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കണ മാതിരി തോന്നുമല്ലോ, ഒന്നും കൊണ്ട് കേൾക്കാൻ പോകുന്നില്ല. കാരണം സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ മീഡിയം ആണ്. അതുകൊണ്ടാണ് അവർ വാക്കി ടോക്കി അല്ല, അവരൊരു ഇയർഫോൺ ഒക്കെയാണ് ഉപയോഗിക്കുക. അതേപോലെ സാധനങ്ങൾ ആസ്ട്രോനോട്ടുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാണ് മെക്കാനിക്കൽ വേവ്സ്. അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം വേണമെങ്കിൽ അതിനെ നമുക്ക് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം വേണ്ടാത്ത തന്നെയാണ് നോൺ മെക്കാനിക്കൽ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ നോൺ മെക്കാനിക്കൽ വേവ്സ്. അതിനൊരു മീഡിയത്തിന്റെ ആവശ്യമില്ല. പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. ഓക്കെ, അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാല്ലേ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടന്നാലോ. ആംപിയർ മാക്സ്വെൽ ലോ അഥവാ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. നേരെ ഞാൻ മെയിൻ ടോപ്പിക്കാണ് കടന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ നോക്കണം. ഞാനിപ്പോ നേരെ ഒരു സർക്യൂട്ട് വരച്ചു. സർക്യൂട്ടിൽ നേരെ ഒരു കപ്പാസിറ്റി സർക്യൂട്ട് വരച്ചു. കപ്പാസിറ്റി സർക്യൂട്ടിൽ നേരെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഐ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഈ ഐ കറണ്ട് ഇതിൽ നിന്ന് പോകുമ്പോൾ ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെ രൂപത്തിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് ആവും. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസുലേറ്റർ തന്നെ, അതായത് കറണ്ടിനെ കടത്തി വിടുന്നില്ല. ഓക്കെ, സോ കപ്പാസിറ്ററിലൂടെ നേരെ കറണ്ടിനെ കടത്തി വിടുന്നില്ലല്ലോ. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തു. സ്വിച്ച് കൊടുത്തപ്പോൾ ഒന്നും ഉണ്ടാവണില്ല. പക്ഷേ ഈ റിയാലിറ്റിയിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഈ കപ്പാസിറ്ററിന്റെ ഡൈഇലക്ട്രിക്കിൻ്റെ ഉള്ളിൽ എന്തോ കറണ്ട് ഉണ്ട്. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ഒന്നുമില്ല. ഈ സ്വിച്ചിന് ഞാൻ ഇടുമ്പോൾ സ്വിച്ചിനെ ഞാൻ ഓൺ ആക്കുമ്പോൾ ഒരു കറണ്ട്, കപ്പാസിറ്ററിന്റെ ഡൈഇലക്ട്രിക്കിന്റെ ഉള്ള ഒരു കറണ്ടിന്റെ ഫോർമേഷൻ ഉണ്ട്. നിങ്ങൾ അതിന്റെ ഡെറിവേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അതിന്റെ ഇക്വേഷൻസ് മാത്രം. സോ ഐ ഡി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ദ എപ്സിലോൺ 0 d phi ഈ ചെറുതാണ് കേട്ടോ, d∅e/dt. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറന്റിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇക്വേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ID = എപ്സിലോൺ 0 d∅e/dt. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് മനസ്സിലായല്ലോ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ പറ്റി പറയുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എന്നുള്ള ഒരു സാധനം, പുതിയൊരു സാധനം വന്നപ്പോൾ പണ്ടുണ്ടായിരുന്ന ഇക്വേഷൻസിനൊക്കെ ചെറിയ ചില്ലറ മാറ്റങ്ങൾ വരുമല്ലോ. അങ്ങനെ മാറ്റം വന്ന ഒരു ഇക്വേഷൻ ആണ് മാക്സ്വെൽ കറക്ഷൻ. അപ്പൊ മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ ആദ്യം എന്തായിരുന്നു? B.dl = μ0I. ഓക്കെ, B.dl = മാക്സ്വെല്ലിന്റെ ഇക്വേഷൻസ്. അതിൽ നമ്മൾ എന്ത് B.dl μ0I എന്ന് പറഞ്ഞാൽ നമ്മൾ ആംപിയറിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, μ0I അല്ലേ. അപ്പൊ ഈ μ0I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കടാ, നമ്മളിപ്പോ ഒരു കപ്പാസിറ്റർ എടുത്തു. നമ്മളിപ്പോ ഈ ആംപിയറിന്റെ ലോ ഒക്കെ നമ്മൾ സോൾവ് ചെയ്തിരുന്നത്, നമ്മൾ ഒരു ആംപീരിയൻ ലൂപ്പ് കൂടെ കൺസിഡർ ചെയ്യും. അതായത് നേരെ ഒരു കപ്പാസിറ്റർ എടുക്കണേ. ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ എടുത്തു, നേരെ നമ്മളൊരു വോൾട്ടേജ് ഇവിടുന്ന് കൊടുക്കുകയാണ്. ഒരു വോൾട്ടേജ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മളൊരു ആംപീരിയൻ ലൂപ്പ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക അല്ലേ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നമ്മളൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ആയതുകൊണ്ട് നമ്മളൊരു എന്ത് ചെയ്യും? നമ്മളൊരു ആംപീരിയൻ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാവാൻ പോണത്? നോക്കട്ടെ, ഇവിടെ ആംപീരിയൻ ലൂപ്പ് കപ്പാസിറ്ററിന്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ 0 അല്ലേ വരേണ്ടത് അല്ലേ. അപ്പൊ നേരെ μ0I, കപ്പാസിറ്ററിനുള്ള I ഇല്ല,
ഐ ഇല്ലല്ലോ, കറണ്ട് ഇല്ലല്ലോ കപ്പാസിറ്ററിന്റെ ഉള്ളിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സാധാ കറണ്ട് ഇല്ല, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ, സാധാ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ദ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I, ആംബിയറിന്റെ ലോ അല്ലേ? പക്ഷെ ഇവിടെ ഐ 0 ആണല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ എന്തോട് തെറ്റില്ലേ? ബി ഡോട്ട് ഡി എൽ ഈക്വൽ 0 എന്ന് വരുമല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ, ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വാല്യൂ ഉണ്ടല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് മനസ്സിലായത് രമണ, ഇതിന്റെ ഒപ്പം എന്ത് കൂടി ഉണ്ടെന്ന്? ഡിസ്പ്ലേസ്മെന്റ് കറന്റ് കൂടി ഉണ്ടെന്ന് മനസ്സിലായി. അതായത് μ0 I പ്ലസ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറന്റ് കൂടി ഉണ്ടെന്ന്. അപ്പോൾ ഐ ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ദ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I പ്ലസ് ε0 d∅/dt. μ0 കോമൺ ആണ് കേട്ടോ. ഓക്കെ, അതാണ് ഇവിടുത്തെ μ0 I പ്ലസ് ε0 d∅/dt. ഓക്കെ അല്ലേ? ഇതാണ് എന്താ ഇപ്പൊ നമ്മുടെ മാക്സ്വെല്ലിന്റെ കറക്ഷൻ. മാക്സ്വെൽ കറക്റ്റ് ചെയ്തു എന്ന് ഇവിടെ പോയിട്ട് നമ്മുടെ ആംബിയർ സർക്യൂട്ട് ലോയിൽ പോയിട്ട് നമ്മുടെ മാക്സ്വെൽ കറക്റ്റ് ചെയ്തു. ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 I അല്ല രമണ, അതിന്റെ ഒപ്പം ഒരു ഡിസ്പ്ലേസ്മെന്റ് കറന്റ് കൂടി ഉണ്ട്. അപ്പോൾ ε0 d∅/dt എന്തുകൂടി വരും എന്നാണ് പോയിട്ട് പറഞ്ഞു. സംഭവം പ്രശ്നം സോൾവ്. അതാണ് നമ്മുടെ മാക്സ്വെൽ പോയിട്ട് കറക്റ്റ് ചെയ്തത്. അപ്പൊ μ0 അതിന്റെ ഒപ്പം നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറന്റ് കൂടി ആംബിയർ നേരെ മാക്സ്വെൽ നേരെ കറക്റ്റ് ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ. In order to establish an instantaneous displacement current, current നമ്മൾ ഇവിടെ നോക്കാം. I equal to എത്രയാണ്? I equal to 1 milliampere. That equal to milli എന്ന് പറഞ്ഞാൽ 1 into 10⁻³ ampere. 1 milliampere in the space between the plate of 2 microfarad. മൈക്രോ ആണ്. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻�6. ഓക്കെ, അപ്പൊ എന്താണ് കിട്ടിയത്? ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് 2 microfarad പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പൊ സി കപ്പാസിറ്റൻസ് കിട്ടി എത്ര? 2 microfarad. 2 microfarad എന്ന് പറഞ്ഞാൽ എത്രയാ? 2 into 10⁻⁻6 farad. The potential difference needed to apply. Potential difference. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി അഥവാ ഡി വി എന്ന് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? ഓക്കെ, അപ്പൊ നോക്കടാ, ഒരു കാര്യം നോക്കിയാൽ മതി. ഈ ഇക്വേഷനിൽ നോക്ക്, വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ട് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ വോൾട്ടേജ് തന്നെ. വോൾട്ടേജ് ഉണ്ടാണ് വോൾട്ട്. പക്ഷേ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, വോൾട്ട് പെർ സെക്കൻഡിലാണ് ഓപ്ഷൻസ് എല്ലാം. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദ റേറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അതായത് dV/ds കണ്ടാൽ മതി, അല്ലെങ്കിൽ V/S കണ്ടാൽ മതി. അതാണല്ലോ നമ്മുടെ യൂണിറ്റ് ഉള്ളത്. അപ്പോൾ dV/ds എത്രയെന്ന് കിട്ടിയാൽ, dV/ds അല്ല, dV/dt. S എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈമിന്റെ. ഓക്കെ, അപ്പൊ dV/dt ചെയ്താൽ പോരെ? കാരണം നമുക്ക് വോൾട്ടേജ്, നമ്മളോട് വോൾട്ടേജ് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ വോൾട്ടേജ് പെർ സെക്കൻഡ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് dV/dt ചെയ്യണം. അതിനെങ്ങനെ ചെയ്യും? എടാ, അപ്പൊ നമുക്കറിയാം ഇക്വേഷൻസ്. I equal to എങ്ങനെയാടാ നമ്മൾ ഡിഫറൻഷ്യലിന്റെ ഫോമിൽ എഴുതുമ്പോൾ I equal to dQ/dt എഴുതി കൂടെ? I equal to dQ/dt. dQ/dt അല്ലേ? ഓക്കെ, I equal to dQ/dt എഴുതി കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിന്റെ ഉള്ള ചാർജ്, ഈ കപ്പാസിറ്റൻസിന്റെ ഉള്ള ചാർജ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? CV എന്ന് എഴുതി കൂടെ? CV കപ്പാസിറ്റൻസിന്റെ ഉള്ളിന് CV എന്നും ഇൻഡക്ടറിന്റെ ഉള്ളിന് Li എന്നും നമുക്ക് എഴുതി കൂടെ? അപ്പൊ CV എന്ന് എഴുതി കഴിഞ്ഞാൽ CV നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈക്വൽ ടു I equal to dCV/dt. ഓക്കെ, കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് പുറത്തേക്ക് കിട്ടും. dV/dt I equal to C into dV/dt. I equal to C into dV/dt എന്ന് എഴുതിയില്ലേ? എടാ, ഈ dV/dt നെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. dV/dt ഇവിടെ നോക്കടാ, dV വോൾട്ടേജ്, ടൈം സെക്കൻഡ്. അപ്പോൾ dV/dt I is equal to C into dV/dt. അപ്പൊ dV/dt ചെയ്താലോ I/C ചെയ്താൽ പോരെ? അപ്പോൾ dV/dt ആണെങ്കിൽ ഈ C ആശാനെ ഇപ്പുറത്തേക്ക് കൊടുത്താൽ പോരെ? മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡിവിഷൻ ആവല്ലോ. സോ I/C ഈക്വൽ ടു ചെയ്യുമ്പോൾ നമുക്ക് dV/dt കിട്ടും. ഓക്കെ, അപ്പൊ dV/dt ആണ് കിട്ടുമല്ലോ. നമുക്ക് I ചെയ്ത് നോക്കാം. I എത്രയാ? 1 into 10⁻⁻6. 1 into 10⁻⁻6. I എന്ന് പറഞ്ഞാൽ 10⁻³ 1 into 10⁻³ divided by ഇനി എത്ര? C 2 into 10⁻6 അല്ലേ? അപ്പൊ അത് എന്ത് ചെയ്യാം? ദാറ്റ് ഈക്വൽ ടു 1/2 into 10⁻6 മുകളിൽ പോയാൽ 10⁻6 ആവും. -6 മുകളിൽ പോയാൽ 6 ആവും. ആ 6ഉം -3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 ആവും. 1/2 into 10⁻3. ഇതാണ് ആൻസർ. 1/2 into 10. ഇങ്ങനെ ആൻസർ 1/4. ഓക്കെ. അപ്പൊ ഈ ആൻസർ എന്ത് ചെയ്യണം? നമുക്ക് ഒന്നുകൂടി സോൾവ് ചെയ്യണം, കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? 1/2 into 10⁻³ അതാണ് നമ്മൾ ആദ്യം ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻസ് നോക്കുക. പിന്നെ ഓപ്ഷൻസിനനുസരിച്ച് ഉത്തരം സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പൊ 1/2 into 10³ അല്ലേ? അപ്പൊ അതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? ദാറ്റ് ഈക്വൽ ടു 10³ എന്ന് പറഞ്ഞാൽ 1000 divided by 3. 1/2 into 10³ എന്ന് പറഞ്ഞാൽ 1000 അല്ലേ? 1000 divided by 3 അല്ലല്ലോ, 2. 1000 divided by 2. അപ്പൊ എങ്ങനെയാവും? 1000 divided by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 കിട്ടിയില്ലേ?
ഓപ്ഷൻ ഡി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. I ഈസിക്കൽ dq by dt വെച്ചിട്ട് ക്യൂവിന് എന്ത് കൊടുക്കണം, കപ്പാസിറ്റൻസ് ആയിട്ട് CV കൊടുക്കുക, നേരെ സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് ഇടുക, dv by dt ചെയ്യുക, സംഗതി സിമ്പിൾ. അടുത്തേക്ക് പോലെ. നെക്സ്റ്റ്, മാക്സ്വെൽസ് ഇക്വേഷൻസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മാക്സ്വെൽസ് ഇക്വേഷൻ ഫസ്റ്റ് ഈസ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻസ് തന്നെയാണ്. E dot dA is equal to Q by epsilon 0. E dot dA is equal to Q by epsilon 0. ഇതാണ് ഏത് ലോ ആയിരുന്നു? E dot dA is equal to Q by epsilon 0 എന്നുള്ളത് ഗോസസ് ലോ. നമ്മൾ ഗോസ് ലോ വെച്ച് പഠിച്ചാണ് ഇത്. ഓക്കെ, ഗോസ് ലോ വെച്ച് നമ്മൾ പഠിച്ചാണ്, ഗോസ് ലോ വെച്ച് പഠിച്ചല്ലേ, ഗോസ് ലോ വെച്ച് പഠിച്ചാണ് E dot dA is equal to Q by epsilon 0. അടുത്ത് E dot dL is equal to minus dou B by dou T dot dA. എടാ ഇത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? B dot dL എന്ന് പറഞ്ഞാൽ, B dot dA എന്ന് പറഞ്ഞാൽ എന്താ, ഫൈ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദ ഇന്റഗ്രൽ ഓഫ് E dot dL is equal to മൈനസ് ഡോ ഫൈ ബൈ ഡോ ടി എന്ന് എഴുതാൻ പറ്റില്ലേ? ഇങ്ങനെയും ഇതും കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടും ഈക്വൽ ആണ്. E dot dL is equal to മൈനസ് ഡോ ഫൈ. അതെന്താ, B dot dA എന്ന് പറഞ്ഞാൽ ഫൈ അല്ലേ, ഫൈ ഈക്വൽ ടു B dot D അല്ലേ. അപ്പൊ E dot dL is equal to B dot dA എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇക്വേഷൻസ്, നെക്സ്റ്റ് ഇക്വേഷൻ ഏതാണ്? B dot dA is equal to 0. B dot dA is equal to 0 എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മൾ ഗോസസ് ലോ തന്നെ, ഗോസസ് ലോയുടെ മാഗ്നറ്റിസത്തിൽ പഠിച്ച ഗോസസ് ലോ ആണ്. B dot dA is equal to 0. അതല്ലെങ്കിൽ മാഗ്നറ്റിക് മോണോപോൾ ഡസന്റ് എക്സിസ്റ്റ്. മാഗ്നറ്റിക് മോണോപോൾ ഡസന്റ് എക്സിസ്റ്റ്. മാഗ്നറ്റിക് മോണോപോൾ ഡസന്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞതും ഈ B dot dA is equal to 0 അപ്പൊ B dot dA നമ്മളെ ഗോസസ് ലോ നമ്മൾ എവിടെ പഠിച്ചത്? മാഗ്നറ്റിസത്തിൽ പഠിച്ചാണ് B dot dA is equal to 0. അടുത്തത് B dot dL ഈക്വൽ ടു ഇപ്പൊ പഠിച്ച ഇക്വേഷൻ B dot dL is equal to mu 0 I plus mu 0 epsilon 0 ഡോ E by ഡോ T. നമ്മളിവിടെ ഡോ ഇക്ക് വരാൻ ഫൈ ആവും. എടാ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാലും ഫ്ലക്സ് എന്ന് പറഞ്ഞാലും സംഭവം സംഗതി ഒന്നല്ലേ. ഡോ E by ഡോ T എന്ന് എഴുതാം, ഫൈ എന്ന് എഴുതാൻ പറ്റും. ഫൈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എടുക്കുന്നതാണ് ഫ്ലക്സ്. അപ്പോൾ ഓർ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ ടി ഓർ ഡോ ഇ ബൈ ഡോ ടി. ഡോ ഇ ബൈ ഡോ ടി എന്ന് എഴുതിയാലും ഡോ ഫൈ ബൈ ഡോ ടി എന്ന് എഴുതിയാലും ഈക്വൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ 4 ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. E dot dL ഈക്വൽ ടു E dot dA ഈക്വൽ ടു Q by epsilon 0. E dot dL is equal to മൈനസ് ഡോ ഫൈ ബൈ ഡോ ടി. B dot dA is equal to 0. അടുത്തത് B dot dL is equal to mu 0 I plus mu 0 epsilon 0 ഡോ ഫൈ ബൈ ഡോ ടി. ഓക്കെ, സിമ്പിൾ ആണ്. എല്ലാ ഇക്വേഷൻസും സിമ്പിൾ ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് പോയാലോ? ഓക്കെ, നാച്ചർ ആൻഡ് ഇക്വേഷൻസ് ഓഫ് EM വേവ്സ്. EM വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ തന്നെ പേര് തന്നെ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഇല്ലേ. അത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എടാ നോക്കടാ, അതായത് വേവ് നേരെ ഒരു ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. വേവ് നേരെ ഈ ഡയറക്ഷനിൽ, ഒരു X ഡയറക്ഷൻ എന്ന് ചോദിച്ചോ. അപ്പൊ എങ്ങനെയാവും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്? ഏതിപ്പോ ഏത് ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് റെഡ് കൊടുത്തില്ലേ. നോക്കെ, മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യണേ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യണേ. അല്ല, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. മൂന്നും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആലോചിച്ച് വെക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ. ഇതിപ്പോ നിങ്ങൾ എന്താ Z ഡയറക്ഷൻ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നേരെ ഏത് മാഗ്നറ്റിക് ഫീൽഡ് X ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് Y ഡയറക്ഷൻ. അപ്പൊ മൂന്നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാവും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകും, അതിന് നേരെ ഓപ്പോസിറ്റ് 90ൽ നേരെ ഇലക്ട്രിക് ഫീൽഡും ഇങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. പിന്നെ വേവ് ലെങ്ത്, വേവ് ലെങ്ത് ഒക്കെ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? വേവ് ലെങ്ത് എന്താണെന്ന് അറിയില്ലേ? നമ്മൾ ഒരു വേവ്, ഒരു കംപ്ലീറ്റ് വേവ്, വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വേവ്, ഇതാണ് ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത്തിനാണ് വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലോ ഒരു സെക്കൻഡിൽ എത്ര വേവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? അപ്പൊ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഇക്വേഷൻസ് Y ഈസ് ഈക്വൽ ടു A sin ഒമേഗ ടി മൈനസ് KX. ഓക്കെ, Y ഈസ് ഈക്വൽ ടു A sin, Y എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, A എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലിറ്റ്യൂഡ് ആണ് A, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്, K എന്ന് പറഞ്ഞാൽ വേവ് നമ്പർ ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് കോമൺ ആയിട്ടുള്ള Y ഈസ് ഈക്വൽ ടു A sin ഒമേഗ ടി മൈനസ് KX. അതാണ് എന്ത് ഇക്വേഷൻ ഓഫ് ദ EM വേവ്സ്. ഓക്കെ, അപ്പോൾ നാച്ചുർ ആൻഡ് ഇക്വേഷൻ. നാച്ചുർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. പ്രോപ്പർട്ടീസ് കൊടുക്കുമ്പോൾ ഞാൻ അതിൽ ഒന്നുകൂടി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാവും എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ Y ഈസ് ഈക്വൽ ടു A sin ഒമേഗ ടി മൈനസ് KX. പ്രോപ്പർട്ടീസ് അടുത്ത് തന്നെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇത് തന്നെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടാവും. എടാ, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടല്ലോ. അപ്പോൾ ഫേസ് ഡിഫറൻസ്, ഇലക്ട്രിക് ഫീൽഡിന്റെയും പ്രോപ്പർട്ടി നമ്പർ 1, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെയും ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. ഫൈ, ഞാൻ ഫൈ എന്ന് കൊടുക്കണം കേട്ടോ. അതായത് ഫേസ് ഡിഫറൻസിന്റെ ഫൈ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഡെൽ ഫൈ എന്ന് കൊടുക്കാം. ഓക്കെ, ഫേസ് ഡിഫറൻസിന് ഡെൽ ഫൈ അല്ലെങ്കിൽ ഫൈ വെച്ചിട്ടാണ് പറയാം. ഡെൽ ഫൈ ഈക്വൽ 0 കൊടുത്തു.
റൂൾ നമ്പർ 2. അപ്പൊ ഫേസ് ഡിഫറൻസ് 0 എന്നുള്ള പ്രോപ്പർട്ടി നമ്പർ 1 കിട്ടി. ഇനിയിപ്പോ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും അല്ലെ, അപ്പൊ ആ വേവിന്റെ ഇലക്ട്രിക് ഫീൽഡിന് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ അല്ലേ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവിടുന്ന് വേവിന്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ വേവ് കാണണമെങ്കിൽ ഇല്ല ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഒന്നും അല്ല കേട്ടോ, ഇ ക്രോസ് ബി. ഇ ക്രോസ് ബി ആണ്. ഇ ക്രോസ് ബി del phi equal to 0 ആണ്. ഓക്കെ, ഇ ക്രോസ് ബി അതായത് വേവിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേവിന്റെ ഡയറക്ഷൻ കിട്ടും. മൂന്നാമത്തെ പ്രത്യേകത പറഞ്ഞാൽ എന്താ, നമുക്കറിയാം നമുക്കൊരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാക്സിമം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ സി ഈക്വൽ ടു 1/√μ0 എപ്സിലോൺ 0. സി ഈക്വൽ 1/√. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പ്രോബ്ലംസിൽ വരാനുള്ള സാധ്യതയുള്ള ഇക്വേഷൻ. സി ഈക്വൽ ടു 1/√μ0 എപ്സിലോൺ 0. ഓക്കെ എടാ, ഇനിയിപ്പോ ഇത് വേവ് വേറെ മീഡിയത്തിലൂടെ ആണെങ്കിൽ എങ്ങനെയാവും 1/√μm എപ്സിലോൺ എം. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് ഈ വേവിന്റെ പ്രോപ്പർട്ടീസിൽ. പിന്നെ പ്രോപ്പർട്ടീസിലുണ്ട് ഇ എം വേവ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ച നോൺ മെക്കാനിക്കൽ ആണ്, മീഡിയത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവണം. ഇത്ര കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് ഫേസ് ഡിഫറൻസ് 0 ആണ്, മറ്റേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇ ക്രോസ് ബി ആണ്, മറ്റേത് വെലോസിറ്റി മാക്സിമം വെലോസിറ്റി പറഞ്ഞാൽ എങ്ങനെയാണ് സി ഈക്വൽ 1/√μ0 എപ്സിലോൺ 0 ആണ്. ഒരു മീഡിയം ഉണ്ടെങ്കിൽ 1/√μm എപ്സിലോൺ എം. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് ഡയറക്ഷനും എല്ലാം പഠിച്ചല്ലോ. അടുത്തത് എനർജി ഡെൻസിറ്റി. എടാ, ഈ ഫിസിക്സ് നിങ്ങളെ +2 ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ പഠിച്ചാലേ മറ്റത് എളുപ്പമാവുള്ളൂ. കാരണം എല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനർജി ഡെൻസിറ്റി പറഞ്ഞാൽ എന്താ, എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇ എം വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും എനർജി ഡെൻസിറ്റിനെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നല്ലേ എനർജി ഡെൻസിറ്റി. അപ്പൊ നോക്കി നോക്കടാ, എനർജി ഡെൻസിറ്റി യു ഈക്വൽ ടു എടാ ആദ്യം എന്തിന്റെ എനർജി ഡെൻസിറ്റി യു, എനർജിനൊക്കെ യു തന്നെയാണ് എനർജി ഡെൻസിറ്റി. എടാ അപ്പൊ എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നോക്കടാ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്ന എനർജി ഡെൻസിറ്റി എത്ര എഴുതും 1/2 E സ്ക്വയർ അല്ലെ, 1/2 E സ്ക്വയർ. അതാണ് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാവുന്ന എനർജി ഡെൻസിറ്റി. ഇനിയിപ്പോ ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാവുന്ന ഞാൻ അപ്പൊ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാവുന്ന എനർജി ഡെൻസിറ്റി നേരെ സെയിം തന്നെയാണ് മറ്റത്. എന്താ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, കോൺസ്റ്റന്റുകളുടെ മാറ്റത്തിലാണ് പ്രധാനമായിട്ടും. അതായത് ഇവിടെ ε0 ആണ് വന്നെങ്കിൽ അവിടെ മറ്റൊരു മ്യൂ വരും, ഇവിടെ എപ്സിലോൺ വന്നു കഴിഞ്ഞാൽ മറ്റൊരു മ്യൂ വരും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടെ ഡിവിഷൻ. അത്ര കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ളൂ. അപ്പൊ ഇതിന്റെ പ്ലസ് മാഗ്നറ്റിക് ഫീൽഡിന് എങ്ങനെ എഴുതാം 1/2 ഇൻറ്റു ε0 പകരം μ0 ഡിവിഷൻ ചെയ്യാം μ0 ബി സ്ക്വയർ. രണ്ടും ഒരേ ഇക്വേഷൻ അല്ലേ, രണ്ട് ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിച്ച സാധനങ്ങളാണ്. 1/2 ε0 E സ്ക്വയർ പ്ലസ് 1/2 μ0 ബി സ്ക്വയർ 1/2 ഈ എപ്സിലോൺ ഇവിടെ μ0 ബി സ്ക്വയർ. ഓക്കെ, ഈ μ0 ഇവിടെ അല്ല കേട്ടോ, മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിവിഷൻ ആണ് വരിക. അത് ആലോചിച്ചാൽ കേട്ടോ, ഈ സാധനം അടിയിലാണ് കേട്ടോ, അടിയിലാന്ന് ആലോചിക്കുക കേട്ടോ, എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയതാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ആക്കിയാൽ സോ എനർജി ഡെൻസിറ്റി യു ഈക്വൽ 1/2 ε0 E സ്ക്വയർ പ്ലസ് 1/2 μ0 ബി സ്ക്വയർ. അപ്പൊ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡിന്റെ എനർജി ഡെൻസിറ്റിയും രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് എനർജി ഡെൻസിറ്റി. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ദ ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ എ ഫ്രീ സ്പേസ് ഈസ് ദ ആവറേജ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. ഓക്കെ, ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി. ആവറേജ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാ 9 × 10⁻⁻⁴ യൂണിറ്റ് എഴുതില്ല. Then the average magnetic field in the same region is of the order. ആവറേജ് മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ ബി ആണ് നമ്മളോട് ചോദിച്ചത് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ആവറേജ് ആട്ടോ. ഓക്കെ, ആവറേജ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ഇക്വേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ഇക്വേഷൻ ആണ്. അതായത് സി ഈക്വൽ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് E/B ചെയ്ത് കഴിഞ്ഞാൽ E/B. ഓക്കെ, സി ഈക്വൽ ടു ശരിക്കും പറഞ്ഞാൽ സി ഈക്വൽ ടു E0/B0 ആണ്. അതായത് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ടു ദ മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് ആണ് സി. സി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ദ സി എന്ന് പറഞ്ഞാൽ എന്താ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ആണ്. അപ്പൊ സി നമുക്ക് എങ്ങനെ എഴുതാം E0/B0 എന്നുള്ള ഇക്വേഷൻ വഴി നമുക്ക് സി എഴുതാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. സി ഈക്വൽ ടു E0/B0. എടാ അപ്പൊ നമുക്ക് ഇന്ന് ബി ആവറേജ് കിട്ടണ്ടേ. ബി ആവറേജ് കിട്ടാൻ സിമ്പിൾ അല്ലേ രമണ, എങ്ങനെ ചെയ്യാം, ദാറ്റ് ഈക്വൽ ടു സി ഈക്വൽ ടു E/V വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇല്ലേ. സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കടാ. സിന്റെ വാല്യൂ കിട്ടുന്നത് E/V അല്ലല്ലോ, E/B അല്ലേ. E/B ഇനി എന്ത് ചെയ്യണം, വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്, ബി ആണ് കണ്ടെത്തേണ്ടത്. അപ്പോ ബി ഈക്വൽ ടു E/C ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിന്റെ വാല്യൂ കിട്ടുമല്ലോ. അപ്പൊ വാല്യൂ ഇട്ട് കൊടുക്കുക. ബി ഈക്വൽ ടു E എത്രയാ 9 ×
10 the power of minus 4 divided by c ന്റെ വാല്യൂ 3 into 10 the power of 8 അല്ലേ? അതായത് 10 raised to 8 ന്റെ മുകളിലേക്ക് പോവാ ചെയ്തുതരാം. ദാറ്റ് ഈക്വൽ ടു 9 into 10 the power of minus 4 into 10 the power of minus 8 divided by 3. 10 raised to minus 4 10 raised to 8 ന് മുകളിലേക്ക് പോയാൽ 10 raised to minus 8. അപ്പോൾ 10 raised to minus 4 10 raised to 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. 9/3 ദാറ്റ് ഈക്വൽ ടു ഇവിടെ എത്തട്ടെ 9/3 into 10 the power of minus 12. 9/3 into 10 raised to minus power minus 12 ഇല്ലേ? ഒന്നുകൂടി വിട്ടാലേ 9/3 എങ്ങനെ വെക്കാം? 3 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 into 10 the power of minus 12 ഇല്ലേ? നോക്കടാ 3 into 10 raised to minus 12. മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ചോദിച്ച്? മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് ടെസ്ല. അതാണ് ഇവിടെ ടി വന്നത്, ടെസ്ല. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. C = E0/B0 എന്നുള്ള ഇക്വേഷൻ നോക്കുക. നേരെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം റെഡി. ഇന്റൻസിറ്റി ഓഫ് ദ EM വേവ്സ്. എടാ ഇന്റൻസിറ്റി പറഞ്ഞ എന്താ? ഇന്റൻസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി ഇസ് ദ റേഷ്യോ ഓഫ് ദ പവർ ടു ഏരിയ. അതായത് ഒരു ഇത്ര ഏരിയയിൽ എത്രത്തോളം പവർ ഉണ്ട് എന്നാണ് ഇന്റൻസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ. ഇന്റൻസിറ്റി ഈസിക്കൽ ടു പവർ ബൈ ഏരിയ ആണ് ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ഈസിക്കൽ പവർ ബൈ ഏരിയ ആണ്. എന്നിട്ട് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ പഠിക്കേണ്ടത് എന്നാണ് എൻ്റെ ഓർമ്മ. കറക്റ്റ് അറിയില്ല കേട്ടോ, ഓർമ്മയില്ല. ഓക്കെ, ഇന്റൻസിറ്റി ഈസിക്കൽ ടു പവർ ബൈ ഏരിയ. അപ്പൊ നമുക്ക് എടാ നോക്കാം. അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് I = UC. അല്ലെങ്കിൽ ഞാനിത് പഠിച്ചു വെച്ചാൽ I = ഇന്റൻസിറ്റി. എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരാണ്ടോ? ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടണം. ഇന്റൻസിറ്റി പറഞ്ഞാൽ അപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചത്. ഞാൻ മനസ്സിലാക്കിയത് ഇന്റൻസിറ്റി പറഞ്ഞാൽ ഇന്റൻസിറ്റിനോട് ഞാൻ CU പറഞ്ഞു. ഇന്റൻസിറ്റി = UC അഥവാ I = CU അല്ലേ? C എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഓഫ് ദ ലൈറ്റ്. U എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഡെൻസിറ്റി അല്ലെങ്കിൽ എനർജി. ഓക്കെ, അപ്പോൾ എന്താണ്? I = CU. ഇന്റൻസിറ്റിനോട് ഞാൻ CU പറഞ്ഞു പോകുന്നു. ഇന്റൻസിറ്റി അവിടുന്ന് ഞാൻ പോരുകയാണ് CU കൊടുത്തിട്ട്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് EM വേവ്സ് എന്ന് വെച്ചാൽ എനിക്കറിയാം CU ആണെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾ എൻട്രൻസ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻട്രൻസ് ആയിട്ട് പഠിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇത് CU ഇട്ടുണ്ട്. അത് കൂടാതെ എൻട്രൻസിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻ നമ്മൾ മുന്നിൽ കൂടെ പോകും. അപ്പോൾ കൂടുതലായിട്ടും ഇക്വേഷൻസിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് EM വേവ്സ് എന്ന് പറഞ്ഞാൽ I = UC അഥവാ CU. CU. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഓർഡർ ഒരിക്കലും മറക്കരുത്. ഞാൻ ഇത് പല രീതിയിലും എനിക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കി, എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഒന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് അത്രത്തോളം എഫക്റ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗായത്രി. ഓക്കെ, നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആണോ എന്നറിയില്ല. നിങ്ങൾ എന്തെങ്കിലും നല്ല കോഡ് ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരണം കേട്ടോ. കാരണം എനിക്കിത് ഞാൻ കുറെ ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ കോഡ് കിട്ടിയിട്ടില്ല. അപ്പൊ ഗായത്രി XUV എന്ന് പറഞ്ഞ മഹീന്ദ്രയുടെ ഒരു കാർ ഉണ്ടല്ലോ, XUV ഗായത്രി XUV ഇന്ത്യ മുഴുവൻ റൗണ്ട് അടിച്ചു. ഗായത്രി G for ഗായത്രി XUV ഇന്ത്യ മുഴുവൻ റൗണ്ട് അടിച്ചു. നിങ്ങൾ എങ്ങനെങ്കിലും ഈ GXUV IMR എന്നുള്ള സംഖ്യ നിങ്ങൾ മനസ്സിലേക്ക് എത്തിച്ചാൽ മതി. അതിന് നിങ്ങൾ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി വെച്ചോ. ഓക്കെ, ഞാൻ പഠിച്ചു വെച്ചത് ഗായത്രി XUV കാറിൽ ഇന്ത്യ മുഴുവൻ കറങ്ങി. അപ്പൊ എന്താ ഗായത്രി എന്ന് പറഞ്ഞാൽ ഗാമ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോ, റേഡിയോ. അങ്ങനെയാണ് ഇവിടെ ഗാമ, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. ഗായത്രി XUV കാറിൽ ഇന്ത്യ മുഴുവൻ കറങ്ങി, ഇന്ത്യ മുഴുവൻ റൗണ്ട് അടിച്ചു. റൗണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. അപ്പൊ ഇതിൽ എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഗാമ റേസ് എന്ന് പറയുന്നത് റേഡിയോ. ഇവിടുന്ന് തുടങ്ങാം. റേഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ റേഡിയോ സിഗ്നൽസ് ഒക്കെ നമുക്ക് ഈ വീട്ടിലുള്ള റേഡിയോ എന്ന് പറയും. അപ്പൊ അറിയാം വളരെ ദൂരത്തു നിന്നാണ് റേഡിയോ സിഗ്നൽസ് വരുന്നത്. അതായത് അതിന്റെ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലായിരിക്കും. റേഡിയോയിലെ ലാംഡ വളരെ കൂടുതലാവും. അതായത് വേവ് ലെങ്ത് ലാംഡ ഭയങ്കര കൂടുതലാവണ്ടേ? റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരത്തു നിന്നല്ലേ റേഡിയോ സിഗ്നൽസ് വരുന്നത്. അപ്പൊ ലാംഡ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഫ്രീക്വൻസി ഏറ്റവും കുറവെന്നല്ലേ? ഫ്രീക്വൻസിയുടെ ഓർഡറിൽ ഫ്രീക്വൻസി ഏറ്റവും കുറവ് എവിടെയാവും? അപ്പോ റേഡിയോയിലാവും. എന്നിട്ട് നേരെ അങ്ങോട്ട് പഠിച്ചോ. ഫ്രീക്വൻസി അവിടെ ഇവിടെ ഏറ്റവും കുറവ്, കൂടുതൽ, കുറച്ച് കൂടുതൽ, വളരെ കൂടുതൽ, വളരെ കൂടുതൽ. അപ്പൊ ഗാമ റേസിനാവും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഗാമ റേസിനാവും. ഫ്രീക്വൻസി വെച്ചിട്ടാണ് പ്രധാനമായിട്ട് ചോദിക്കാറ്. ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജിയും ഗാമ റേസിനാവും കൂടുതൽ കേട്ടോ. അതായത് ഫ്രീക്വൻസി ഇവിടെ കൂടുതലാണ്, അതേപോലെ തന്നെ എനർജിയും. ഫ്രീക്വൻസി കൂടുതലായ സൈമൾട്ടേനിയസ്ലി എനർജിയും കൂടും. അപ്പൊ ഗാമ റേസിനാണ് ഫ്രീക്വൻസിയിലും ഫ്രീക്വൻസിയും കൂടുതലാണ്, എനർജിയും കൂടുതലാണ് കേട്ടോ. എനർജി അല്ലെങ്കിൽ U അല്ലെങ്കിൽ E നിങ്ങൾ എങ്ങനെ മനസ്സിലാവണം അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ,
അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏതിനാണ്? ഗാമ റേസിനാണ്. ഏറ്റവും കുറവുള്ളത് ഏതിനാണ്? നമ്മളെ ലാസ്റ്റത്തേനുമാണ്. അപ്പൊ ഒരു ഓർഡർ കിട്ടിയാൽ മതി. ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ നേരെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഗാമ തുടങ്ങി കഴിഞ്ഞാൽ റേഡിയോ, അവിടെ നമുക്ക് അപ്പോൾ സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഗാമയാണ്. നിങ്ങളോട് ചോദിക്കുക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചോദിക്കും. അതായത് ചിലപ്പോൾ ഗാമ തരും, ഇൻഫ്രാറെഡ് തരും, വിസിബിൾ തരും, നാളെ തരും. എന്നിട്ട് അതിന്റെ ഓർഡറിൽ ഇൻക്രീസിംഗ് ഓർഡറിലോ ഡിക്രീസിംഗ് ഓർഡറോ ഫ്രീക്വൻസിയോ എനർജിയോ വേവ് ലെങ്തോ ഒരെണ്ണം പഠിച്ചാൽ മതി. ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ലാംഡ കൂടി കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയും. അപ്പൊ ഏതെങ്കിലും ഒന്നും ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അറിയില്ലേ? ഞാൻ പഠിച്ചു, നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചോ. ഗായത്രി XUV കാറിൽ ഇന്ത്യ മുഴുവൻ കറങ്ങി. അപ്പൊ മുഴുവൻ എന്നുള്ളതിനൊക്കെയാണ് ഞാൻ M എടുത്തേക്കുന്നത്. ശരിക്കും ഒരു നല്ലൊരു കോഡൊന്നും അല്ല. നല്ലൊരു കോഡാണെങ്കിൽ കറക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അപ്പൊ തന്നെ കിട്ടിപ്പോണം. പക്ഷെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കി പോയിക്കോളൂ. നെക്സ്റ്റ്, the following that is not transported by electromagnetic wave. ഒരു CUT ചോദിച്ച ചോദ്യം. The following that is not transported by electromagnetic waves ക്യാരി ചെയ്യാത്തത് എന്താണ് ഇതിൽ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ മൊമെന്റം ആണോ, എനർജി ആണോ, ചാർജ് ആണോ, ഇൻഫർമേഷൻ ആണോ? അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒരിക്കലും, അത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അതിലൊരിക്കലും ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡിനോ എഫക്റ്റ് ചെയ്യില്ല. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചാലോ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലോ ഇലക്ട്രോമാഗ്നറ്റിക്കിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചു, ഇവിടുന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലോ ആളൊരു കോസലില്ലാതെ അങ്ങനെ പോയിക്കോളും. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റില്ല. അതേപോലെ തന്നെ അപ്പൊ എന്താണ് അതിനർത്ഥം? എന്താ? അതായത് അതൊരു ചാർജ് ഇല്ല, ഒരു ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസ് ആയിട്ടാണ് പോകുന്നത്. ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ്ലെസ് ആണ് ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ തന്നെ. ഓക്കെ, ഫോട്ടോൺ എന്നുള്ള കൺസെപ്റ്റ് ചിലപ്പോൾ പുതിയതായിട്ടാവില്ല നിങ്ങൾക്ക്. അപ്പോൾ ഫോട്ടോൺസ് ആയിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പോകുന്നത്. അപ്പോൾ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ചാർജിനെയാണ് that is not transported by electromagnetic waves ചാർജ് ക്യാരി ചെയ്യില്ല. ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ അത് സ്വാധീനം ചെലുത്തണ്ടല്ലേ, പക്ഷെ ചാർജ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the two electromagnetic waves have the frequencies as electromagnetic wave ന്റെ frequencies nu1 is equal to 4 into 10 the power of 14 hertz. 4 into 10 the power of 14 hertz കിട്ടി. And 8 അപ്പൊ two electromagnetic waves have the frequency അപ്പൊ nu2 കിട്ടി. nu2 is equal to 8 into 10 the power of 14 hertz കിട്ടി. hertzലല്ലോ hertz ne. What is the ratio of speed in air? എയറിലെ സ്പീഡ് എത്രയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എയർ എന്നുള്ള ഒരു മീഡിയം നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൽ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവും ഒരേ സ്പീഡിലാണ് പോവുക. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് നമുക്ക് ഫ്രീക്വൻസി വെറുതെ തന്നാണ്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒരേ സ്പീഡിൽ പോകണോണ്ട് തന്നെ എങ്ങനെയാവും? റേഷ്യോസ് ഈക്വൽ ടു 1:1 ആവും. ഓക്കെ, അപ്പൊ ഇതോട് കൂടി നമ്മളെ സ്ലൈഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കാര്യമായിട്ട് ഒന്നും നോക്കാനില്ല. സ്പെക്ട്രത്തിന്റെ ഓർഡർ നമ്മൾ പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.